ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് ടോപ്പിക്കുകളാണ്. ഒന്നാമത്തെ ഒരു ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. അതോടൊപ്പം തന്നെ മറ്റൊരു ടോപ്പിക്ക് ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ തിയറി ഓഫ് കോസ്റ്റാണ്. മോഡേൺ തിയറി ഓഫ് കോസ്റ്റ്, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. അപ്പോൾ ഈ കോസ്റ്റ് കൺസെപ്റ്റുകളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ, ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ ലോങ് റൺ ആവറേജ് കോസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം നമുക്കറിയാം, ലോങ് റൺ ഈസ് എ പീരിയഡ് വെയർ ഓൾ ദ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. That means there is no fixed factor. Any factor can be varied in the long term, and therefore there is no ഫിക്സഡ് കോസ്റ്റ് ഇൻ ദ ലോങ് റൺ. അപ്പോൾ ലോങ് റണ്ണിൽ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് വേരി ചെയ്യാൻ പറ്റും. മെഷീനറി വേരി ചെയ്യാം, ലാൻഡ് ക്വാണ്ടിറ്റി വേരി ചെയ്യാം, ബിൽഡിങ് പുതിയത് കൊണ്ടുവരാം. അങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സും വേരിയബിളാണ്. അതുകൊണ്ട് എന്താണ്, ഇൻ ദ ലോങ് റൺ ദർ ഇസ് നോ ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഓൾ ദ കോസ്റ്റ് ആർ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് ബിക്കോസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് സീറോ. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റാണ് ടോട്ടൽ കോസ്റ്റ്. ബട്ട് ഇൻ ദ ലോങ് റൺ, സിൻസ് ദർ ഈസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് സീറോ, total cost is equal to total variable cost. That means all the costs are variable and it is just equal to the total cost. അപ്പോൾ അതാണ് ലോങ് റണ്ണിൻ്റെ ഒരു പ്രത്യേകത മെയിനായിട്ടും പറയുന്നത്. ഓക്കെ, ദെൻ മറ്റൊരു പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത്, ഓക്കെ, ലോങ് റൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ മിനിമം കോസ്റ്റ് ഓഫ് producing a given quantity of output, or cost incurred by the producer to produce a given quantity of output. That is a total cost. ആൻഡ് ടോട്ടൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ, ആവറേജ് കോസ്റ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക, ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അപ്പം ടോട്ടൽ കോസ്റ്റിനെ എത്ര യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടും. അതിനെയാണ് നമ്മൾ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനെടുത്ത ശരാശരി കോസ്റ്റാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇറ്റ് ഷോസ് എ മിനിമം കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് വേരിയസ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. ആൻഡ് ജസ്റ്റ് ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ട്രഡീഷണൽ theory, short run cost curve, short run average variable cost curve. In the long run also average variable cost curve is U-shaped. അപ്പം ഷോർട്ട് റൺ കോസ്റ്റ് കർവ് പോലെ തന്നെ ലോങ് റണ്ണിലും ഈ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ വേരിയബിൾ കോസ്റ്റ് കർവ് അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് യു ഷേപ്ഡാണ്. ഇപ്പോൾ ഇവിടെ ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഈസ് ജസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. അതുകൊണ്ട് നമുക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവും ആവറേജ് കോസ്റ്റ് കർവും എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ആവറേജ് കോസ്റ്റ് കർവ് എന്നേ പറയുന്നു, ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. അപ്പോൾ ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ജസ്റ്റ് ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ഷോർട്ട് റൺ ഇറ്റ് ഈസ് ഓൾസോ യു ഷേപ്ഡ്. ബട്ട് ഒരു വ്യത്യാസം, ഇറ്റ് ഈസ് മച്ച് മോർ ഫ്ലാറ്റർ ദാൻ ദ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്. അതിലും കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു കർവ് കുറേയും കൂടെ കുറവായിരിക്കും. മറ്റത് കുറേ ഒരു നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് ഫ്ലാറ്റായിട്ടുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കും ഇതിനുള്ളത്. ആൻഡ് ദിസ് ലോങ് റൺ കോസ്റ്റ് കർവ് ഈസ് ഓൾസോ, ആവറേജ് കോസ്റ്റ് കർവ് ഈസ് ഓൾസോ നോൺ ആസ് the planning curve or the envelope curve, etc. Because it is known as planning curve because the producers uses long run cost curves or average cost curves to decide their production or to make a production plan. How much it is to produce, up to what quantity or up to what point the production has to be continued. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഡിസിഷനൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് ഈ കോസ്റ്റ് കർവ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം നോർമലി എന്താണ് ലോങ് റൺ കോസ്റ്റ് കർവിൻ്റെ ഒരു ലോവസ്റ്റ് പോയിൻറ്റിലാണോ ഏറ്റവും ഒപ്റ്റിമം പോയിൻ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ചിലവ് കുറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്. അപ്പം സാധാരണഗതിയിൽ ആ ഒരു പോയിൻ്റ് കൊണ്ട് നോർമൽ പ്രൊഡ്യൂസേഴ്സൊക്കെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നതിന് ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് നോൺ ആസ് ദ പ്ലാനിങ് കർവ്.
and it is also known as the envelope curve because it is constructed or it is made of various short run cost curves. പല ഷോർട്ട് റൺ കോസ്റ്റ് കർവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ലോങ് റൺ കോസ്റ്റ് കർവ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് എൻവലപ്പ് കർവ് എന്ന് പറയുന്നത്, എൻവലപ്പ് ഓഫ് വേരിയസ് ഷോർട്ട് റൺ കോസ്റ്റ് കർവ്സ്. അതുകൊണ്ടാണ് ഇതിന് എൻവലപ്പ് കർവ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദർ ആർ 5 ഷോർട്ട് റൺ കോസ്റ്റ് ആവറേജ് കോസ്റ്റ് കർവ്സ്. അതിൽ അത് ഈ നമ്മുടെ ലോങ് റൺ കോസ്റ്റ് കർവായിട്ട് ടാൻജൻ്റ് ആവുന്നു. ആൻഡ് ബൈ ജോയിനിങ് ദിസ് ടാൻജൻസി പോയിൻറ്റ് വി ഗെറ്റ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. അപ്പം ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഡൗൺ യു ഷേപ്പ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എക്കോണമീസ് ആൻഡ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ. എന്തുകൊണ്ടാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് യു ഷേപ്ഡ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എക്കോണമീസ് ആൻഡ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ അതിൽ the following portion of the long run average cost curve shows the increasing returns to scale. That means increasing returns to scale എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൊഡക്ഷൻ ഇൻക്രീസസ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ടു ദ ഇൻക്രീസ് ഇൻ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഓർ ഇൻക്രീസ് ഇൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യണേലും കൂടിയ നിരക്കിലായിരിക്കും അവിടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേ എന്താണ്, കോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്യുമായിരിക്കും. അപ്പം ദിസ് ഈസ് എ കേസ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ദ റൈസിങ് ഓർ എക്കോണമീസ് ഓഫ് സ്കെയിൽ. എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഞാൻ ഇത് കഴിയുമ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കോസ്റ്റ് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നതിനെയാണ്, ആവറേജ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞത്. അപ്പം എക്കോണമീസ് ഓഫ് സ്കെയിൽ സാധാരണയായിട്ട് ലാർജ് ഫേംസിനൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് ഡിക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ the rising portion of the average cost curve shows that indicates diseconomies of scale. ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ദ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഇൻപുട്ട്. രണ്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഇൻപുട്ട്. ആൻഡ് ദിസ് ഇസ് എ കേസ് ഓഫ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. And or it is also the case of diseconomies of scale. ഈ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിലിന് നമ്മൾ പറയുന്ന പേരാണ് ഡിക്രീസിങ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. അല്ല, ഇൻക്രീസിങ് കോസ്റ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പം അല്ലെങ്കിൽ അതിന് മറ്റൊരു ഇതാണ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, അപ്പം ഈ എക്കോണമീസ് ആൻഡ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ അല്ലെങ്കിൽ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, അതുകൊണ്ടാണ് ഈ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് യു ഷേപ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇനി വൺ മോർ തിങ് ഐ വാണ്ട് ടു ഷെയർ ഹിയർ ഇസ് ദാറ്റ് you have to know, just look at the figure. You can see one important feature of another important characteristics of long run average cost curve. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് എം എന്നൊരു പോയിൻ്റ് കാണാം. എം ഈസ് എ ലോവസ്റ്റ് പോയിൻ്റ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഓക്കെ, ആൻഡ് അറ്റ് ദ പോയിൻറ്റ് എം ഓർ അറ്റ് ദ ലോവസ്റ്റ് പോയിൻ്റ് ഓഫ് ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് ടാൻജൻറ്റ് ടു ദ ലോവസ്റ്റ് പോയിൻ്റ് ഓഫ് ദി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. The lowest point of the long run average cost curve is tangent to the lowest point of the short run average cost curve. ഓക്കെ, അപ്പോൾ ആ എം എന്ന് പറയുന്ന പോയിന്റിൽ അത് ടാൻജൻ്റ് ആവുന്നത് രണ്ടിൻ്റെയും ഷോർട്ട് റൺ ആവറേജ് SAC2 ആണ്. SAC2ൻ്റെ ലോവസ്റ്റ് പോയിൻറ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ ലോവസ്റ്റ് പോയിൻറ്റും ടാൻജൻ്റ് ആണ്. ദെൻ at the falling portion of the long run average cost curve, normally the falling portion of the normal long run average cost curve is tangent to the falling portion of the short run average cost curve. നിങ്ങൾക്ക് ആ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. SAC0 SAC1 ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ആയ SAC0യും SAC1ൻ്റെയും കേസിൽ അത് ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്യുന്ന പോർഷനിലാണ്, അല്ലെങ്കിൽ ഫോള് ചെയ്യുന്ന പോർഷനിലാണ് അത് ടാൻജൻ്റ് ആണ്, നോട്ട് ഓൺ ദ ലോവസ്റ്റ് പോയിൻറ്റ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദ ഫോളോയിങ് പോർഷൻ ഓഫ് ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് ടാൻജൻറ്റ് ടു ദ ഫോളോയിങ് പോർഷൻ ഓഫ് ദ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഓക്കെ, അതേപോലെ തന്നെ ദ റൈസിംഗ് പോർഷൻ ഓഫ് ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് ടാൻജൻറ്റ് ടു ദ റൈസിംഗ് പോർഷൻ ഓഫ് ദ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്. അപ്പം അവിടെ ആ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് SSC 3 and 4 അതിൻ്റെ ഇൻക്രീസിങ് പോർഷനാണ് ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റുമായിട്ട് ടാൻജൻ്റ് ആണ്. ഇതാണ് മറ്റൊരു പ്രത്യേകത. അത് കാരണം എന്ന് വെച്ചാൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ കോസ്റ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് and therefore short run also the equilibrium is at the rising portion of the long run short run average cost curve. Okay, that is what it means. ഓക്കെ, ഇതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രയുമാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് മച്ച് ഫ്ലാറ്റർ ദാൻ ദ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഓക്കെ, നൗ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ long run average cost and long run marginal cost, long run average cost and long run marginal cost. ഇതിൽ രണ്ട് സ്ലൈഡ് ഒന്ന് തന്നെയാണ്. ഞാനത് ഡ്യൂപ്ലിക്കേറ്റായി വന്നതാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയതാണ്. പക്ഷേ സേവ് ചെയ്താൽ മറന്നുപോയതാണ്. നിങ്ങൾ ആ ഫസ്റ്റ് ഫിഗർ മാത്രം നോക്കിയാൽ മതി. ഈ ഒരു ഫിഗർ മാത്രം നോക്കുക. സെക്കൻഡും സെയിം സംഭവം തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് എന്താണ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇൻ ദ ലോങ് റൺ അല്ലേ, അതാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ലോങ് റൺ മാർജിനൽ കോസ്റ്റ് എന്താണ്? ഇറ്റ് മെഷേഴ്സ് ദ ചേഞ്ച് ഇൻ ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അപ്പോൾ ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ ലോങ് റണ്ണിൽ വേണ്ടി വരുന്ന ചിലവിനെയാണ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓർ അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് ഇൻ ദ ലോങ് റൺ, ദാറ്റ് ഈസ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ആൻഡ് ജസ്റ്റ് ലൈക്ക് ഇൻ ദ ട്രഡീഷണൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ്, ദ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് ഓൾസോ യു ഷേപ്ഡ്. അപ്പോൾ അതും ഈ പറയുന്ന പോലെ യു ഷേപ്ഡാണ്. ഇനി ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഷോർട്ട് റൺ പറഞ്ഞ പോലെ അതേ റിലേഷൻഷിപ്പ് തന്നെയാണ് ലോങ് റണ്ണിൻ്റെ കേസിലും മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റും തമ്മിലുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കാം. ആസ് ലോങ് ആസ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഇസ് ഡിക്രീസിങ്, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് വിൽ ബി ബിലോ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. അപ്പോൾ എയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റിനെ കഴിഞ്ഞും കുറവാണ്. ബിക്കോസ് അതാണ് പറഞ്ഞത്, ആസ് ലോങ് ആസ് ദി ആവറേജ് കോസ്റ്റ് ഇസ് ഡിക്രീസിങ്, marginal cost will be below average cost. Then when long run average cost starts increasing, the marginal cost will be, long run marginal cost will be above long run average cost. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളത് ഷോർട്ട് റണ്ണിൻ്റെ കേസിൽ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. Then next third relationship that we can observe here is that when long run average cost reaches its minimum point, ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആർ ഈക്വൽ. അപ്പോൾ ലോങ് റൺ ആവറേജ് കോസ്റ്റ് അതിൻ്റെ ലോവസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ലോങ് റൺ മാർജിനൽ കോസ്റ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റും തുല്യമാവുന്നു. ദെൻ വൺ മോർ റിലേഷൻഷിപ്പ്, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് കട്ട്സ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഫ്രം ബിലോ അറ്റ് ഇറ്റ്സ് ലോവസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ലോവസ്റ്റ് പോയിന്റിലൂടെ കടന്നു പോകുന്നു. ഫ്രം ബിലോ ആണ് ഇത് കട്ട് ചെയ്ത് ലോവസ്റ്റ് പോയിന്റിലൂടെ കടന്നു പോകുന്നത്. So these are the four relationships that we could observe by looking at this figure, the relationship between long run marginal cost and long run average cost. Okay. Now let's come to the modern theory of cost. The modern theory of cost is entirely different from the traditional or conventional theory of cost. In the conventional theory, conventional models, the average cost, that includes the average margin or marginal cost, average variable cost, average total cost, etc., are U-shaped. ഒരു കൺവെൻഷണൽ തിയറി നമ്മൾ ഇത്രയും പഠിച്ച് ആ കൺവെൻഷണൽ തിയറിയിലൊക്കെ ആവറേജ് കോസ്റ്റും ആവറേജ് മാർജിനൽ കോസ്റ്റും എല്ലാം എന്താണ് മാർജിനൽ കോസ്റ്റൊക്കെ യു ഷേപ്ഡ് ആണ്. പക്ഷേ ഈ യു ഷേപ്ഡ് കോസ്റ്റ് കർവ്സ് ആ ഒരു ചിന്താഗതി പിന്നീട് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുകയുണ്ടായി. ആൻഡ് ദിസ് വാസ് ക്രിട്ടിസൈസ്ഡ് ബൈ മെനി എക്കണോമിക്സ്. ഒരുപാട് ആൾക്കാർ അത് ക്രിട്ടിസൈസ്
ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രമുഖൻ ഒരു സ്റ്റിഗ്ലർ എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഭയങ്കരമായിട്ട് ഈ ഒരു യു ഷേപ്ഡ് കോസ്റ്റ് കർവിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ട്രഡീഷണൽ കൺവെൻഷണൽ തിയറിയിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് എല്ലാം എന്താണ് യു ഷേപ്ഡ് ഇതാണ്. ബട്ട് ദ മോഡേൺ തിയറി ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ് curve is having a saucer shape or a bowl shape. സോസർ അല്ലെങ്കിൽ ഒരു ബൗൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അടിഭാഗം ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് ഉണ്ടായിരിക്കും. എങ്കിലല്ലേ നമുക്ക് ഈ ബൗളൊക്കെ തറയിൽ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് ആ അടിഭാഗത്തുണ്ടാവും. പിന്നെ രണ്ട് ഭാഗവും റൈസിങ് ആയിട്ട് വരും. പക്ഷേ ഒരു ബൗൾ ഷേപ്പിലാണ് അല്ലെങ്കിൽ ഒരു സോസർ ഷേപ്പിലാണ് മോഡേൺ തിയറി ഓഫ് കോസ്റ്റിൽ ഷോർട്ട് ടേം ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്നൊക്കെ ഞാൻ പറയാം. ആദ്യം നമുക്ക് മോഡേൺ തിയറി ഓഫ് കോസ്റ്റിൽ ഷോർട്ട് ടേം ഫിക്സഡ് കോസ്റ്റ് കർവ് നോക്കാം. Just like in the case of conventional or traditional theory, short-term fixed average fixed cost curve in the modern theory also downward sloping, and it is so-called rectangular hyperbola. നമ്മൾ നേരത്തെ കൺവെൻഷണൽ തിയറിയിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു കേസിലും ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ഇതിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് മോഡേൺ തിയറി ഓഫ് കോസ്റ്റിൽ. Now in the modern theory, let's see short-term average variable cost curve. ഞാൻ നേരത്തെ പറഞ്ഞു in this concept was mainly introduced by George Stigler, a famous economist who criticized the U-shaped traditional theory of cost. And according to him, in modern theory, the short-term average variable cost curves are saucer shaped or bowl shaped. It is having a bowl shape. That means it is in the modern theory of cost, short-term average variable cost curve is having a flat stretch. After continuous downward sloping, there is a flat stretch. ഒരു കുറച്ച് മേഖല എന്താണ് ഹൊറിസോണ്ടലായിട്ട് ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് ഉണ്ടായിരിക്കും. അതിന് ശേഷമാണ് ഇത് അപ്വേർഡ് ഡിറക്ഷനിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റ് സ്ട്രെച്ചിന് നമ്മൾ ഒരു പേര് റിസർവ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ പ്ലാൻ കപ്പാസിറ്റി എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഏരിയ വെയർ ദ പ്ലാൻ മെയിൻറ്റെയിൻ ഇറ്റ്സ് റിസർവ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ